പൂർണ്ണ നിയന്ത്രണം നേരിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ സാന്നിധ്യം ഞാൻ ഈ നിമിഷം ചോദിക്കുന്നു. യേശുവെ, അങ്ങനെ അവളോടൊപ്പമുള്ള കൃപയ്ക്കാണ് നന്ദി പറയുന്നു. ക്രൂശിതനായവനെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഈ ഒരു നിമിഷം കർത്താവെ അങ്ങ് എന്താ ആഗ്രഹിക്കുന്നുവോ അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാൻ കയറുവാൻ തക്കവണ്ണം, കർത്താവെ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആയി തീരുവാൻ തക്കവണ്ണം കർത്താവെ കൃപയും കരുണയും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ അനുഗ്രഹങ്ങളൊക്കെ ഒരിക്കലും നന്ദി പറയുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. ഇതൊരു ടോപ്പിക്ക് ട്രാൻസ്ഫോർമേഷൻ ത്രൂ ക്രൈസ്റ്റ് ആൻഡ് ചർച്ച്. നമ്മുടെ ഒരു മാറ്റം, നമ്മുടെ രൂപാന്തരം കർത്താവിലൂടെയും സഭയിലൂടെയും എന്നൊരു ടോപ്പിക്കാണ്. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുറച്ചും കൂടെ ഒരു സമാധാനമില്ലാത്തൊരവസ്ഥയുണ്ട്. അതിൽ നിന്നൊരു ചെറിയ മാറ്റം വരണം, ഒരു കുറച്ച് സമാധാനമൊക്കെ കിട്ടണം. അല്ലെങ്കിൽ ഞാൻ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ 2-3 പ്രാവശ്യം കുർബാന സ്വീകരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ 2-4 ആയി മാറണം. അല്ലെങ്കിൽ മക്കളുടെ പഠിത്തം, ജോലി, കല്യാണം, അവരുടെ വഴിവിട്ട ജീവിതവും അതിൽ നിന്നുള്ള മാറ്റമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്താണ്? What do you mean by transformation? Is it just a better me, or what do you mean by transformation? നമുക്ക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ what does Bible says, അല്ലെങ്കിൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിളിലെ പാരബിൾസിലൂടെ കർത്താവ് എന്താണ് ട്രാൻസ്ഫോർമേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലൂടെ ഒന്ന് കടന്നു പോകാം. നമുക്ക് ആദ്യം ഒരു ഉപമ എടുക്കാം, ഒരു പാരബിൾ എടുക്കാം. ലൂക്ക് ചാപ്റ്റർ 15 verse 11-22. ലൂക്ക് ചാപ്റ്റർ 15 verses 11-22. ലൂക്ക 15:11-22 വരെ. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു പാരബിളാണ്, ധൂർത്തപുത്രന്റെ ഉപമ. ദ പ്രോഡിഗൽ സണ്ണിന്റെ ഒരു ഉപമ അവിടെ പറയുന്നുണ്ട്. ഈ ഒരു പാരബിളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ധൂർത്തപുത്രനിലേക്ക് നോക്കണ്ട, നമ്മളെ തന്നെ ഈ ഒരു ധൂർത്തപുത്രനുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ലെറ്റ്സ് കമ്പയർ ദിസ് പ്രോഡിഗൽ സൺ വിത്ത് us. ഞാനും ഈ ധൂർത്തപുത്രനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നിമിഷങ്ങൾ, ഈ ഒരു ദിവസം അതിൽ നിന്ന് മാറാൻ, ധൂർത്തപുത്രന്റെ ആ ഒരു കഥയുടെ അവസാനത്തിലേക്ക് വന്നപ്പോൾ ധൂർത്തപുത്രൻ എങ്ങനെയായി തീർന്നു, പ്രോഡിഗൽ സൺ എങ്ങനെയായി തീർന്നു, അതുപോലെ നമുക്ക് ആകാൻ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. Luke 15 chapter അതിൻ്റെ ആ ഫസ്റ്റ് കുറച്ച് വേർഡ്സ് അറിയുമെന്ന് വായിക്കാം. Luke chapter 15 verses 11-22. And he said, there was a man who had 2 sons, and the younger of them said to his father, Father, give me the share of property that falls to me. And he divided his living between them. നമുക്ക് അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അവിടെ ഇളയ മകൻ, ധൂർത്തനായ മകൻ എന്ന് പറയുന്ന കഥയിൽ പറയുന്ന വ്യക്തി പിതാവിനോട് ചോദിക്കുകയാണ്, എനിക്ക് തരേണ്ട ഷെയർ എനിക്ക് തന്നാൽ നല്ലതായിരിക്കുമെന്ന് പിതാവിനോട് പറയുകയാണ്. He is requesting his share from his father, which is like a normal thing. Like നമ്മൾ കേരളത്തിലൊക്കെ ചെയ്യുന്ന പോലെ, നമ്മൾ മാതാപിതാക്കൾ ചെയ്യുന്ന പോലെ മാതാപിതാക്കളുടെ സ്വത്തിൻ്റെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും മക്കൾക്കായിട്ട്. ഇവിടെ ഈ പ്രോഡിഗൽ സൺ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തായിട്ട് നമ്മുടെ ഒരു കൺസെപ്റ്റിൽ നമുക്ക് തോന്നുന്നുണ്ടോ? പിതാവിനോട് ചോദിക്കുന്നത് ജസ്റ്റ് ഷെയർ മാത്രമാണ്. ഇവിടെ പ്രത്യേകിച്ച് തെറ്റായിട്ടൊന്നും നമ്മുടെ കാഴ്ചപ്പാടിൽ ഇല്ല. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഷെയർ തന്നിട്ടുണ്ട്, നമ്മൾ ചോദിക്കാതെ ഒരു പക്ഷെ തന്നിട്ടുണ്ട്. ഇവിടെ ഈ മകൻ ചോദിച്ചു, അല്ലെങ്കിൽ അത് മാത്രമേ മകൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ അടുത്തൊരു വേഴ്സ് പറയുന്നത്, Not many days later, the younger son gathered all he had and took his journey into a far country, and there he squandered his property in loose living. ഇവിടെ ഈ മകൻ പിതാവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു യുവത്വം ഉണ്ടായിട്ടുണ്ട്. മാതാപിതാക്കളുടെ സന്നിധിയിൽ അല്ലെങ്കിൽ പേരൻസ് ഉള്ള സമയത്ത് we won't do any mischief, right? We'll be like very obedient, right? You? At least you try to, right? Yeah. അപ്പോൾ നമ്മളും എല്ലാം ഇപ്പം ഞാൻ മാതാവായിട്ട് അധികം നാളൊന്നുമായില്ല, ഞാനും ഈ ഒരു അവസ്ഥയിലൊക്കെ തന്നെ കടന്നു പോയതാണ്. മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഭയങ്കര വെൽ ബിഹേവ്ഡ് ആയിരിക്കും. എല്ലാവർക്കും ഒന്ന് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ കോളേജ് ഡേയ്സും സ്കൂൾ ഡേയ്സും ഒക്കെ. അതുപോലെ തന്നെ ഈ മകനും പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പോയപ്പോൾ, പിതാവിന്റെ പ്രസൻസിൽ നിന്ന് പോയപ്പോൾ ഈ മകനും
പാപത്തിലേക്ക് വീണ്ടും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ പതുക്കെ പതുക്കെ ഒരു ഡിറ്റീരിയോറേറ്റിംഗ് അവന്റെ ജീവിതത്തിലെ തകർച്ച ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു ഫസ്റ്റ് പാപം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് കാര്യം അവിടെ സംഭവിച്ചത്, ഹി ലെഫ്റ്റ് ഫ്രം ഹിസ് ഫാദേഴ്സ് പ്രസൻസ്. മകൻ പിതാവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതാണ് ആക്ച്വലി പാപത്തിന്റെ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയാം. നമ്മൾ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ, നമ്മുടെ പിതാവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മളിലേക്ക് സാത്താന്റെ ചിന്തകളും സാത്താന്യമായ പ്രേരണകളും ടെംപ്റ്റേഷൻസിന്റെ ഒരു വലിയ കൂമ്പാരം തന്നെ നമ്മളിലേക്ക് കടന്നു വരും. എന്നാൽ പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുകയാണെങ്കിൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ശക്തിയും പിതാവ് തരും. ഈ മകൻ പിതാവിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ അവന് ആവശ്യമായതെല്ലാം കിട്ടിക്കൊണ്ടിരുന്നു. അത് മകൻ ചോദിക്കേണ്ട കാര്യമില്ല, പിതാവ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു. ചേച്ചി പറഞ്ഞു. When he had spent everything, a great famine arose in that country, and he began to be in want. So he went and joined himself to one of the citizens of that country, who sent him into his fields to feed swine. And he would gladly have fed on the parts that the swine ate, and no one gave him anything. ഇവിടെ അവിടെ ഒരു ഫാമിൻ വരികയാണ്. അവന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ തീർന്നു പോയി. അവൻ്റെ ഉണ്ടായിരുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം തീർന്നു പോവുകയും അവിടെ ഒരു ഫാമിൻ വരുന്നതായിട്ട്, ഒരു ക്ഷാമം വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ഫാമിൻ വരുന്ന സമയത്ത് മകൻ സ്വന്തമായിട്ട് ഒരു വേ ഔട്ട് നോക്കുകയാണ്. എനിക്ക് ജീവിക്കാൻ വേണ്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം, എനിക്ക് ഭക്ഷണത്തിന് വേണ്ടി പൈസ വേണം, അല്ലെങ്കിൽ ഭക്ഷണം വേണം, വസ്ത്രം വേണം. He need like money to live on. He need money to buy food, clothes. He had a resting place. So he is trying to figure a way out. നമ്മളും ഈ ഒരു കാര്യം തന്നെയല്ലേ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നു. ഒരു ഫാമിലിന്റെ അവസ്ഥ കടന്നു വരുമ്പോൾ നമ്മളും പല വേ ഔട്ട് നോക്കും, നമ്മുടേതായ കാര്യങ്ങൾ നോക്കും. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നത് അടുത്ത വീട്ടുകാർ പറയും ഒരു കുറച്ച് ആഭിചാരമോ കൂടോത്രമോ മന്ത്രമോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ ഇച്ചിരി പച്ചയൊക്കെ പിടിക്കും, ബിസിനസ്സൊക്കെ ഇച്ചിരി നന്നായെന്നിരിക്കും. അല്ലെങ്കിൽ നമ്മുടേതായ ചില കാര്യങ്ങൾ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അകന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഒന്ന് ശ്രമിച്ചു നോക്കും. വി മൈറ്റ് ബി ഗോയിങ് ഫോർ ഐഡോളേറ്ററി, അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് പിതാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലൂടെ നമ്മൾ കുറച്ച് പീസ് ഉണ്ടാക്കാൻ, കുറച്ച് സമാധാനം ഉണ്ടാക്കാൻ, കുറച്ച് പൈസ ഉണ്ടാക്കാൻ, എങ്ങനെയെങ്കിലേക്ക് ഒന്ന് സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. പിന്നീട് നമുക്ക് But when he came to himself, he said, "How many of my father's hired servants have bread enough and to spare, but I perish here with hunger?" Okay. അവിടെ മകന്റെ ഒരു റിയലൈസേഷൻ അവിടെ സംഭവിക്കുകയാണ്. മകൻ തിരിച്ചറിയുകയാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളും എൻ്റെ പിതാവിന്റെ സെർവൻസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണവും അതിന്റെ സമൃദ്ധിയും, അവിടെ his father had lot of money. I mean, he provided food for his servants. Like there was plenty. But ഇവിടെ ഈ മകൻ ഈ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോൾ ഇവന് സർവ്വവും നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മളിൽ ഈ ഒരു ദൂർത്തപുത്രൻ ഒളിഞ്ഞിരിപ്പുണ്ടോ? നമ്മൾ പിതാവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരു പക്ഷെ ചെല്ലുന്നത് എനിക്ക് കുറച്ച് എൻ്റെ ജോലി പോയി, അല്ലെങ്കിൽ എൻ്റെ സെക്കൻഡ് ഷിഫ്റ്റ് ഒന്ന് മാറ്റി കിട്ടണം, ഇങ്ങനെയുള്ള മെറ്റീരിയൽ കാര്യങ്ങൾക്കാണോ? വീട്ടിലെ കുറച്ച് പണിയുണ്ട്, അതിനുവേണ്ടി പൈസ ഉണ്ടാകണം, മക്കളുടെ ജോലി, പഠിത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മെറ്റീരിയൽ തിങ്സിന് വേണ്ടിയാണ് നമ്മൾ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. നമ്മൾ ഇന്നത്തെ പ്രാർത്ഥന തന്നെ ഈ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ, അതോ പിതാവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിനെ തിരികെ കൊടുക്കാനുള്ള ഉത്തരവാദിത്തത്തോടുകൂടിയാണോ നമ്മളിവിടെ വന്നിരിക്കുന്നത്? ആത്മാവിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കാൻ റെഡി ആയിട്ടാണോ നമ്മളിവിടെ വന്നിരിക്കുന്നത്? ആർ വി റെഡി ടു ഗിവ് ദ ഫുഡ് ഫോർ ദ സോൾ? സോളിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ പ്രോഡിഗൽ സണ്ണിൽ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഫ്രീ ആയിരിക്കാം. നമുക്ക് മറ്റൊരു ഉപമ കാണാം. നമുക്ക് വിവാഹ വിരുന്നിന്റെ ഉപമ. ലൂക്ക് ചാപ്റ്റർ 14:15-24. Luke chapter 14 verses 15-24. ലൂക്ക 14:15 മുതൽ 24 വരെ. ദേവരാജ്യത്തിന്റെ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാനെന്ന് അങ്ങോട്ട് പറഞ്ഞു. Luke 14:15, right? When one of those who sat at table with him heard this, he said to him, "Blessed is he who shall eat bread in the kingdom of God."
But he said to him, a man once gave a great banquet and invited many. And to the time for the banquet, he sent his servant to say to those who had been invited, come, for all is now ready. But they all alike began to make excuses. The first said to him, I have bought a field, and I must go out and see it. I pray you have me excused. And another said, I have bought 5 yoke of oxen, and I go to examine them. I pray you have me excused. And another said, I have married a wife, and therefore I cannot come. So the servant came. ഇവിടെ നമ്മൾ 3 എക്സ്ക്യൂസുകൾ പറയുന്ന 3 വ്യക്തികളെ, പിതാവ് ബാങ്ക്വറ്റിനായി ക്ഷണിച്ച, പിതാവ് വിവാഹ വിരുദ്ധനായി ക്ഷണിച്ച 3 വ്യക്തികൾ അല്ലെങ്കിൽ 3 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അവിടെ അവർ പറയുന്ന എക്സ്ക്യൂസസ്, അവർ പാപം ചെയ്യാൻ പോവുകയാണെന്നോ, കള്ളു കുടിക്കാൻ പോവുകയാണെന്നോ, വ്യഭിചരിക്കാൻ പോവുകയാണെന്നോ, അങ്ങനെ തിന്മ ചെയ്യാൻ പോകുന്നതായിട്ടല്ല അവർ പറയുന്നത്. അവരവരുടെ ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് കടന്നു പോകുന്നതായിട്ട്. നമ്മുടെ കുടുംബങ്ങൾ നോക്കിയില്ലെങ്കിൽ അവർ പട്ടിണിയാകും. അത് സ്വാഭാവികമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് സ്റ്റഡി, അത് വേറെ ആരും നമുക്ക് വേണ്ടി പഠിക്കത്തില്ല. സോ വി ഹാവ് ടു ഡു ഇറ്റ്. വി ഹാവ് ടു ഗോ ടു കോളേജ്, വി ഹാവ് ടു ഗോ ടു ചർച്ച്, സൺഡേ സ്കൂൾ. We had to do it, right? But ഇവിടെ അവർ പറയുന്ന എക്സ്ക്യൂസസിൽ അതിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇവർക്ക് ഇനി അവിടെ ആ ഒരു ഭക്ഷണത്തെ ടേസ്റ്റ് ചെയ്യാൻ, ആ ഒരു ബാങ്ക്വറ്റിൽ അവർക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ അവരെ തള്ളിക്കളഞ്ഞതായിട്ട് വചനം പറയുകയാണ്. നമ്മളും ഇങ്ങനെയുള്ള എക്സ്ക്യൂസ് ആണോ പിതാവിന്റെ സന്നിധിയിൽ വരുമ്പോൾ ചെയ്യുന്നത്? നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ വരുന്നുണ്ടാകാം, 4-5 മണിക്കൂറൊക്കെ പള്ളിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ ഒരു ബിസി ലൈഫിൽ, നമ്മുടെ ഒരു ബിസി വേൾഡിൽ, നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ പ്രെയർ ടൈം, നമ്മുടെ കർത്താവുമായിട്ടുള്ള പേഴ്സണൽ ടൈം എത്രത്തോളം ഉണ്ട്? ഒരുപക്ഷെ നമ്മൾ 1 മണിക്കൂർ ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ എത്ര നേരം ഞാനും എൻ്റെ കർത്താവും, ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒരുപക്ഷെ നമ്മൾ പറയുന്ന എക്സ്ക്യൂസ്, ഞാൻ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, എനിക്ക് പല സ്ഥലങ്ങളിൽ പോകാനുണ്ട്, അങ്ങനെയുള്ള എക്സ്ക്യൂസസ് ആയിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ജനനം മുതൽ മരണം വരെയുള്ള എന്ത് കാര്യമായിക്കൊള്ളട്ടെ, കർത്താവിന് പ്രയോറിറ്റി കൊടുക്കാത്തതെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ തെറ്റാണ്. ഇതെല്ലാം ഐഡൽസിന്റെ സ്ഥാനത്തേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട്. എന്ന് പറഞ്ഞ് കുടുംബത്തിൽ നോക്കാതിരിക്കാനോ, എന്ന് പറഞ്ഞ് മക്കളെ നോക്കാതിരിക്കാനോ, അല്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കാനോ എന്നുള്ളതല്ല. It's not that you don't have to go to college. It's not that you don't have to respect your parents. It's not that what you have to do or what you don't have to do. It is that you have to spend time with the Lord. അത് ക്വാളിറ്റി ടൈം ആയിരിക്കണം. നമ്മൾ എല്ലാം കഴിഞ്ഞു, ലാസ്റ്റ് 1 മിനിറ്റ് കർത്താവേ മാത്രം മലക്കുന്നു, ഈ ഒരു പ്രാർത്ഥനയല്ല. എല്ലാ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, ആമേൻ, ഇതല്ല പ്രാർത്ഥന. കർത്താവിനോട് കൂടി ആയിരിക്കുക, കർത്താവിൽ സന്തോഷിക്കുക. നമ്മളെ പ്ലീഡിങ് മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്ന മാത്രമല്ല പ്രാർത്ഥന, കർത്താവിനോട് കൂടി സന്തോഷിക്കുന്നതാണ് പ്രാർത്ഥന, കർത്താവിന് നന്ദി പറയുന്നതാണ് പ്രാർത്ഥന. It should be a rejoicing rather than just pleading. Prayer shouldn't be just pleading. It should be rejoicing with the Lord, with the Son, with the Father, with the Holy Spirit. It shouldn't be just pleading, Father, give me car, give me a grade, whatever it may be. But it shouldn't be all about it. It should be about the Lord and your relationship with the Lord. കർത്താവുമായിട്ട് നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധമില്ലെങ്കിൽ നമ്മുടെ ആത്മാവ് എവിടെയായിരിക്കുമെന്ന് അതിൻ്റെ അവസാനം വായിക്കുമ്പോൾ നമുക്ക് കാണാം. അതിൻ്റെ താഴോട്ട് കാണുന്നത് ഇങ്ങനെ സെർവന്റിനെ വിടുകയാണ്, പല സ്ഥലങ്ങളിലേക്ക് പുറത്തേക്ക് പോയിട്ട് സ്ട്രീറ്റ്സിലുള്ളവരെ വിളിച്ചോണ്ട് വരാൻ പറയുകയാണ്. ലെയിമായിരിക്കുന്നവരെ, അവർ മുടന്തരായിരിക്കുന്നവരെ, അങ്ങനെയുള്ളവരൊക്കെ വിളിച്ചോണ്ട് വരാൻ പറയുകയാണ്. നമുക്ക് അതിൽ നിന്ന് ഇത് സെയിം പാരബിൾ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 8-14 എന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 8-14. മത്തായി 22:8-14 വരെ. Then he said to his servants, the wedding is ready, but those invited were not worthy. Go therefore to the thoroughfares and invite to the marriage feast as many as you find. And those servants went out into the streets and gathered all whom they found, both bad and good. So the wedding hall was filled with guests. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ഇൻവൈറ്റഡ് ആൾക്കാരല്ല എങ്കിൽ നമ്മളൊക്കെ ലാസ്റ്റ് കർത്താവിൻ്റെ ഒരു കോളിൽ ഒരു ജെൻഡാൽസിന്റെ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ്. യഹൂദന്മാരിൽ നിന്നും മാറി നമ്മളൊരു ജെൻഡാൽസിന്റെ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ്. നമ്മളെയൊക്കെ ഒരു ലാസ്റ്റ് കോളാണ്. ഇങ്ങനെ
അവർക്കൊന്നും കർത്താവിന്റെ ബാങ്ക്വറ്റിന് വരണ്ട എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് വിടുന്ന സെർവന്റ് വന്ന് വിളിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഈ ഒരു ലാസ്റ്റ് കോളിൽ കയറി പറ്റുന്ന ഈ ആൾക്കാരുടെ കൂട്ടത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ലാസ്റ്റ് കോളിൽ നമ്മൾ കയറുന്ന ആൾക്കാരാണെങ്കിൽ, ഈ വെഡിങ് ബാങ്ക്വറ്റിൽ കയറുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരേ ഒരു കാര്യമാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. But when the king came in to look at the guest, he saw there a man who had no wedding garment. And he said to him, "Friend, how did you get in here without a wedding garment?" And he was speechless. Then the king said to the attendants, "Bind him hand and foot and cast him into the outer darkness. There men will weep and gnash their teeth, for many are called, but few are chosen." ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ലാസ്റ്റ് വിളിക്കുന്ന കോളിൽ കയറി വരുന്ന ആൾക്കാർക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. ലാസ്റ്റ് വിളിക്കുന്നതാണെങ്കിലും ആദ്യം വിളിക്കുന്നതാണെങ്കിലും വേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹ വസ്ത്രം ഉണ്ടായിരിക്കണം. വിവാഹ വസ്ത്രമില്ലാത്ത ഏവനെയും നമ്മൾ ലാസ്റ്റ് കണ്ടു തീയിലെറിയാൻ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. If you don't have the wedding cloth, you will be thrown to fire. ഇത് ഒരു പക്ഷെ നമുക്ക് ഈ ഒരു വിവാഹ വസ്ത്രം ഇല്ലെന്നുള്ള കാര്യം നമുക്ക് പലരെയും പറ്റിച്ചെന്ന് വരാം. ഒരുപക്ഷെ നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഈ ഒരു വിവാഹ വസ്ത്രമില്ലെന്നുള്ള ഒരു കാര്യം അറിഞ്ഞെന്ന് വരില്ല. ഒരുപക്ഷെ നമ്മുടെ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ, നമുക്ക് പലരെയും കബളിപ്പിച്ചുകൊണ്ട് പലരെയും പറ്റിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റും. എന്നാൽ അവസാന ദിവസത്തിൽ രാജാവ് കടന്നു വരുമ്പോൾ, അവസാന ദിവസത്തിൽ കർത്താവ് കടന്നു വരുമ്പോൾ ഈ വസ്ത്രമുണ്ടോ ഇല്ലയോ എന്ന് പിതാവായ ദൈവത്തിന് മനസ്സിലാകും. അത് തീർച്ചയാണ്. നമ്മൾ ഇന്ന് എത്ര വലിയ മുഖംമൂടി ധരിച്ചാലും, എത്ര വലിയ വസ്ത്രം ധരിച്ചാലും, എത്ര അഴകുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും, അവസാന നിമിഷത്തിൽ കർത്താവ് കടന്നു വരുമ്പോൾ, if you do not have the wedding cloth or not, he will know and you will be thrown to fire. So നമുക്ക് ഈ ഒരു ദിവസം എടുക്കാം കർത്താവിന്റെ വസ്ത്രം ധരിക്കാൻ. ഈ ഒരു വസ്ത്രം എന്താണ്? നമുക്ക് ആ ഒരു ഭാഗത്തിലേക്ക് കടന്നു പോകാം. എന്താണ് ഈ ഒരു വസ്ത്രം? പിതാവ് ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, പിതാവ് വെഡിങ് ബാങ്കറ്റിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ധരിച്ചിരിക്കണമെന്ന് പിതാവ് പറയുന്ന വസ്ത്രം എന്താണ്? റോമൻസ് 13:14 നമുക്കൊന്ന് വായിക്കാം. റോമൻസ് 13:14. റോമൻസ് 13:14. What is the cloth that we are supposed to wear? But put on the Lord Jesus Christ and make no provision for the flesh to gratify its desires. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിനെ വസ്ത്രമായി ധരിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. യേശു ക്രിസ്തുവിനെ വസ്ത്രമായി ധരിപ്പിക്കുവാൻ പറയുന്നു. യേശു ക്രിസ്തുവിനെ വസ്ത്രമായി ധരിക്കാത്ത ഒരുവനും നിത്യജീവനിലേക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല. ഇത് നമ്മൾ വചനം പറയുന്നുണ്ട്, നമ്മുടെ നല്ല പ്രവർത്തികൾ ഫിൽത്തി റാഗ്സ് പോലെയാണെന്ന്. പഴത്തുണി പോലെയാണ് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഗുഡ് ഡീഡും. നമ്മൾ എത്ര നന്മ ചെയ്താലും, നമ്മൾ 10,000 പോറ്റിയാലും, നമ്മൾ 1000 ജോലി കൊടുത്താലും, 1000 ഷെൽട്ടർ കൊടുത്താലും, if you do not have Christ, you will be thrown to fire. If you do not wear Jesus Christ as your cloth, you will be thrown to fire. അതിന് ഇത് വചനം പറയുന്നതാണ്. അതിന് മറ്റൊരു വഴിയില്ല. There is no other way than Jesus. പല വഴികളിലൂടെ ചെന്ന് എത്തുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. പല വഴികളിലൂടെ കയറി പറ്റുന്ന ഒരു കാര്യമല്ല നിത്യജീവൻ. യേശു ക്രിസ്തു ഇല്ലെങ്കിൽ, യേശു ക്രിസ്തു എന്ന നിത്യജീവൻ ഇല്ലെങ്കിൽ, യേശു ക്രിസ്തു എന്ന വസ്ത്രം ഇല്ലെങ്കിൽ നിത്യജീവനിലേക്ക് കർത്താവിനോട് കൂടെയുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവുകയില്ല. അത് തീർച്ചയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത്തിരിക്കുന്നവരെല്ലാം തട്ടി നോക്കി. ഉറങ്ങുന്നുണ്ടോ? നോക്കുന്നേ, നോക്കിയോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. നല്ല സമയമാണ് അല്ലേ? 1:25 ആയി. നമുക്ക് ഉറങ്ങാൻ പറ്റിയൊരു സമയമാണ്. അതുകൊണ്ട് സാധാരണ നമ്മൾ അവസരം കൊടുക്കരുത്. ഇന്നാണ് രക്ഷയുടെ ദിവസം, ഇന്നാണ് രക്ഷയുടെ സുദിനം. അതുകൊണ്ട് നമുക്ക് ഇന്ന് കർത്താവിലേക്ക് തിരിച്ചെത്തണം. അതുകൊണ്ട് ഈ വചനങ്ങൾ മിസ് ചെയ്യരുത്. ഉറക്കം വന്നാലും ഇല്ലെങ്കിലും അടുത്തിരിക്കുന്ന ആൾ ഒന്ന് റെസ്പോൺസിബിലിറ്റി എടുത്ത് അടുത്തുള്ളവരെയൊക്കെ നോക്കി, പക്ഷെ വചനത്തിൽ ശ്രദ്ധിക്കുക വേണം. ഓക്കെ, നമ്മളിനി നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ മൂന്ന് തരം ആൾക്കാരെ കണ്ടു. ഒന്നും കൂടെ നമുക്കൊന്ന് പറയാം. നമ്മൾ 3 തരം ആൾക്കാരെ കണ്ടു. ആദ്യം നമ്മൾ പ്രോഡിഗൽ സണ്ണിനെ കണ്ടു. പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന മകനെ നമ്മൾ കണ്ടു. രണ്ടാമതായി നമ്മൾ കണ്ടു ഈ വിവാഹ വിരുന്നിന് വിളിച്ചിട്ട് വരാൻ പറ്റാതെ പല എക്സ്ക്യൂസുകൾ പറയുന്നവരെ. മൂന്നാമതായി നമ്മൾ കാണുന്നുണ്ട്
പിതാവ് അയക്കുകയും സെർവൻസ് വഴിയിൽ പോയി വിളിക്കുകയും ചെയ്ത വഴിപോക്കരെ, ലെയിമായിട്ടുള്ളവരെ, മുടന്തരെ, അങ്ങനെ വഴിയിലുള്ളവരെ നമ്മൾ ഇതില് ഏത് കൂട്ടത്തിൽപ്പെടുന്നവരാണെങ്കിലും വസ്ത്രം ഉണ്ടായിരിക്കണം എന്ന് വചനം പറയുകയാണ്. ഇനി ഈ പ്രോഡിഗൽ സൺ തിരിച്ചു വന്നപ്പോൾ പ്രോഡിഗൽ സണ്ണിന്റെ തിരിച്ചുള്ള യാത്രയിൽ അവന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്കൊന്ന് നോക്കാം. ഇതിലേതെങ്കിലും അവസ്ഥയിലാണ് നമ്മളെങ്കിൽ നമുക്ക് ഇന്നൊരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. നമുക്ക് മോശ പറയുന്ന പോലെ പറയാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഫാറോ പറയുന്ന പോലെ പറയാൻ സാധിക്കുകയില്ല. മോസസ് ഫാറോ അടുത്ത് ചെന്നപ്പോൾ he said, come tomorrow and we will pray. We don't have a tomorrow. God says, ഇന്നാണ് രക്ഷയുടെ ദിവസം. Today is a day of salvation. അതുകൊണ്ട് ഇന്ന് നമുക്ക് രക്ഷയിലേക്ക് കടന്നു പോകാം. നമുക്ക് പ്രോഡിഗൽ സൺ എങ്ങനെയാണ് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോയത്, പ്രോഡിഗൽ സൺ എന്തൊക്കെ ചെയ്തു, ആ പ്രോഡിഗൽ സണിന്റെ ലൈഫിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എപ്രകാരമായിരിക്കണം എന്ന് നമുക്ക് നോക്കാം. ലൂക്ക് ചാപ്റ്റർ 15, ലൂക്കിലേക്ക് പോവാം. ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 11-22. അവിടെ ദൂതപുത്രൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ. I will arise and go to my how many of my father's hired servants have bread enough and to spare, but I perish here with hunger. I will arise and go to my father, and I will say to him, Father, I have sinned against heaven and before you. I am no longer worthy to be called your son. Treat me as one of your hired servants. And he arose and came to his father. Okay. അത് നമ്മൾ ഇത്രയും ഭാഗം നോക്കാം. ഹി റോസ് എന്നതിന് മുമ്പ് വരെയുള്ള ആ ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. അവിടെ പ്രോഡിഗൽ സൺ ഹൃദയത്തിൽ അവൻ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ പോയി പാപം ഏറ്റുപറയും. അവന് ഹൃദയത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകുകയാണ്, കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തുമെന്നും അല്ല പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകുമെന്നും ഞാൻ അവിടെ ജീവിക്കുമെന്നും ഞാൻ പിതാവിനോട് കൂടി ആയിരിക്കുമെന്നും അവൻ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതായി, ഹൃദയത്തിൽ അവൻ പറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. And he arose and came to his father, but while he was yet at a distance, his father saw him and had compassion and ran and embraced him and kissed him. And the son said to him, Father, I have sinned against heaven and before you. I am no longer worthy to be called your son. But the father said to his servants, Bring quickly the best robe and put it on him, and put a ring on his hand and shoes on his feet, and bring the fatted calf and kill it, and let us eat and make merry. For this my son was dead and is alive again. He was lost and is found. And they began to make merry. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു കഥയിലൂടെ, ഈ ഒരു ബാക്കി ഭാഗത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രോഡിഗൽ സൺ തിരിച്ച് പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്ന ഒരു സമയം, ഇതൊരു ട്രാൻസ്ഫോർമേഷന്റെ സമയമാണ്. അവൻ അവിടെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത് ജസ്റ്റ് ഫുഡിനായിട്ട് മാത്രമല്ല, അവൻ്റെ ഒരു പീസ് തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, നമ്മൾ ഒരു നേരത്തെ ആഹാരമില്ലെങ്കിലോ ജോലി ഇല്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ സമാധാനം തന്നെ പോകും. ദെർ വോണ്ട് ബി എനി പീസ്, റൈറ്റ്? നമ്മൾ ഒരു സമാധാനവും ഉണ്ടാവത്തില്ല നമ്മുടെ ജീവിതത്തിൽ, എന്തെങ്കിലും ചെറിയൊരു കാര്യം തന്നെ സംഭവിച്ചാൽ തന്നെ. ഈ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന മകൻ തിരികെ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഒരു റിയലൈസേഷൻ അവൻ അവിടെ ഉണ്ടായി, ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അവൻ ഹൃദയത്തിൽ തീരുമാനിക്കുകയാണ്. ഹൃദയത്തിൽ അവനൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് തിരിച്ച് മടങ്ങി പോകുമെന്ന്. രണ്ടാമതായി അവൻ ചെയ്യുന്നൊരു കാര്യമാണ്, രണ്ടാമതായി പിതാവിന്റെ സന്നിധിയിൽ എത്തിയിട്ട് അല്ലെങ്കിൽ അവൻ നാവുകൊണ്ട് അത് ഏറ്റു പറയുകയാണ്. അവൻ ഉറക്കെ വിളിച്ച് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിനെതിരായും സ്വർഗത്തിനെതിരായും പാപം ചെയ്തു പോയെന്ന്. മൂന്നാമതായി അവൻ ഓടി ചെല്ലുകയാണ്, അവൻ പിതാവിന്റെ അടുക്കലേക്ക് ഓടി ചെല്ലുകയാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, പിതാവ് മകനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടി വരുന്ന ഒരു പിതാവിന്റെ ഒരു സീൻ നമ്മൾ കാണുകയാണ്. ഈ ഒരു 2-3 കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളും ഇതൊക്കെ ചെയ്യേണ്ടവരാണ്. നമ്മുടെ തീരുമാനം നമ്മുടെ ഹൃദയത്തിലായിരിക്കണം ആദ്യം എടുക്കേണ്ടത്. നമ്മൾക്ക് ഒന്ന് മാറണം എന്നൊരു ബോധ്യം ഇന്ന് വരികയാണെങ്കിൽ അത് ഹൃദയത്തിൽ അത് ഉറപ്പിച്ചെടുക്കുക. കർത്താവ് തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഫ്രീ വിൽ. നമ്മുടെ സ്വതന്ത്രമായി നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്.
അതിന്റെ ഒരു ഫലം എന്നുകൊണ്ട് തന്നെയാണ് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തത്. എന്തിനാ വെറുതെ അവരെ പറയുന്നത്? നമ്മുടെ ഓരോ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. We are using our free will to do many things like good and bad, right? നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം. ഈ ഫ്രീ വില്ല് നമുക്ക് ഇന്ന് നല്ലൊരു കാര്യത്തിനായിട്ട് ഉപയോഗിക്കാം. കർത്താവിലേക്ക് തിരിച്ചു പോകാൻ. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ഫാദർ ആൻഡ് ലെറ്റ്സ് കൺഫെസ് ഇറ്റ് വിത്ത് അവർ മൗത്ത്. നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ അധരം കൊണ്ട് നമുക്കത് ഏറ്റു പറയാം. പിതാവേ, ഐ ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് യു എന്ന് നമുക്കൊന്ന് ഏറ്റു പറയാം. പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ അകന്നു പോയത് കൊണ്ട് ഞാൻ പാപം ചെയ്തു, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു, എന്തും ആയിക്കൊള്ളട്ടെ നമ്മൾ അത് ഏറ്റു പറയണമെന്ന് വചനം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. പത്രോസിനെ 3 പ്രാവശ്യം ചോദിച്ച കർത്താവ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച കർത്താവിനെ നമുക്കറിയാം. അതിനു മുമ്പ് നമ്മൾ അതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട് പത്രോസ് 3 പ്രാവശ്യം തള്ളി പറയുന്നതായിട്ട്. നമ്മൾ എവിടെയൊക്കെ കർത്താവിനെ തള്ളി പറയുന്നോ അവിടെയെല്ലാം നമ്മൾ നാവ് കൊണ്ട് ഏറ്റു പറയുക. നമ്മുടെ കുടുംബജീവിതത്തിൽ കർത്താവിനെ നമ്മൾ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കുടുംബജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകൻ നാഥനുമായി സ്വീകരിക്കുന്നു, എൻ്റെ കർത്താവാണ് എൻ്റെ കുടുംബത്തിന്റെ അടിത്തറ എന്ന് നമ്മൾ നാവ് കൊണ്ട് ഏറ്റു പറയണം. എവിടെയൊക്കെ നമ്മൾ കർത്താവിൽ നിന്ന് അകന്നുവോ, ഏതെല്ലാം മേഖലകളിൽ നമ്മൾ കർത്താവിനെ നമ്മൾ നാവ് കൊണ്ട് ഒരു പക്ഷെ തള്ളി പറഞ്ഞിരിക്കില്ല, നമ്മൾ പ്രവൃത്തി കൊണ്ട് നമ്മൾ കർത്താവിനെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ടാകാം, തള്ളി പറഞ്ഞിട്ടുണ്ടാകാം. ഈ മേഖലകളിലെല്ലാം നമ്മൾ നാവ് കൊണ്ട് അധരം കൊണ്ട് ഏറ്റു പറയുക. കർത്താവിനെതിരെയും ഞാൻ സ്വർഗത്തിനെതിരെ പാപം ചെയ്തു പോയി എന്ന് ഏറ്റു പറയുക. റൺ ബാക്ക് ടു ദ ഫാദർ. നമ്മളെ നോക്കി ഒരു പിതാവ് നോക്കിയിരിപ്പുണ്ട്. 10, 30, 40 വർഷമായി പിതാവ് നോക്കിയിരിക്കുന്നു. ഒരു പക്ഷെ നമ്മൾ ഒരു നല്ല സമയം പിതാവ് ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാം. ഞാനും എൻ്റെ കർത്താവ് മാത്രമായിരുന്ന അവസ്ഥ. യൂത്ത് മൂവ്മെന്റിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ പേഴ്സണൽ പ്രയറിലോ ഒക്കെ ആയി നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്നെല്ലാം മാറി നമ്മൾ നേരത്തെ കണ്ട പോലെ വേൾഡിൻ്റെതായ ബിസിനസ്സിൽ നമ്മൾ അങ്ങ് ബിസിയായി. നമുക്ക് കർത്താവിന് വേണ്ടി പിന്നെ സമയമില്ല. ലാസ്റ്റ് വീട്ടിൽ വരുമ്പോൾ ഉറങ്ങാനേ ഉള്ളൂ. ശരീരം സന്നദ്ധമെങ്കിലും മനസ്സ് സന്നദ്ധമെങ്കിലും ശരീരം പലപ്പോഴും ക്ഷീണിച്ച അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നൊന്ന് റെഡിയാവാം. കർത്താവിലേക്ക് തിരിച്ച് ഓടാൻ നമുക്ക് റെഡിയാവാം. ഇവിടെ 4ാമത്തെ ഒരു കാര്യം, നമ്മൾ മറ്റൊരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ ഈ മകനെ ഒരു വസ്ത്രം ധരിപ്പിക്കാൻ, ഒരു റോബ് ധരിപ്പിക്കാൻ പിതാവ് പറയുന്നുണ്ട്. പിതാവ് സെർവൻസിനോട് പറയുന്നു ദ ബെസ്റ്റ് റോബ് എടുത്തുകൊണ്ട് വരാൻ, അവൻ നല്ലൊരു റോബ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അവൻ ധരിച്ചിരുന്ന വസ്ത്രം അത്രയേറെ പഴകിയിരുന്നു, അല്ലെങ്കിൽ അത്രയേറെ അത് കൊള്ളില്ലാത്തതായിരുന്നു, അല്ലെങ്കിൽ പിതാവിന്റെ സന്നിധിയിൽ നിൽക്കാൻ, പിതാവിന്റെ ഛായ അവരിൽ കാണാൻ തക്കവണ്ണം ആ ഒരു റോബ് മാറ്റേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഒരു ഡ്രസ് കോഡ് അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രം നമ്മുടെ പേഴ്സണാലിറ്റിയെ എടുത്ത് കാണിക്കുന്നു, ഇല്ലേ? നമ്മൾ സാരി ഉടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻസ് ആണ് എന്നൊരു അത് ഇങ്ങനെ ലോകം മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമല്ലേ, അല്ലേ? അപ്പോൾ നമ്മുടെ വസ്ത്രം നമ്മുടെ വ്യക്തിത്വത്തെ പലപ്പോഴും കാണിക്കുന്നു. നമ്മൾ പലപ്പോഴും പലതും മറയ്ക്കാനും പലതും കാണിക്കാനും നമ്മുടെ വ്യക്തിത്വത്തിലെ ചില അപാകതകൾ നീക്കാനും എല്ലാം നമ്മൾ വസ്ത്രം ഉപയോഗിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഇതുപോലെ അവർ ധരിച്ചിരുന്ന ഒരു വസ്ത്രം അത് മോശമായിരുന്നു. അതിന് പകരം നല്ലൊരു വസ്ത്രം കൊടുക്കാൻ പിതാവ് തീരുമാനിക്കുകയാണ്. ഇനി നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്താണെന്ന് നോക്കാം. ഈ ധരിച്ചിരിക്കുന്ന കല്യാണിന്റെ സാരിയല്ല, ഈ ധരിച്ചിരിക്കുന്ന ജോസ്കോയുടെ ആഭരണമല്ല, പക്ഷേ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പിതാവിന്റെ ഛായയാണോ എന്ന് നമുക്ക് നോക്കാം. ആർ വി റിഫ്ലക്ടിങ് ഹിസ് ഇമേജ് എന്ന് നമുക്ക് ഇന്നൊന്ന് ചിന്തിച്ചു നോക്കാം. കർത്താവിനെ അല്ല നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ, കർത്താവിന്റെ ഇമേജ് അല്ല നമ്മളിൽ ഉള്ളതെങ്കിൽ നമുക്ക് ഇന്ന് അത് അഴിച്ചു മാറ്റാം. പിതാവ് ധരുന്ന വസ്ത്രം നമുക്ക് ഇന്ന് ധരിക്കാം. വചനം നമ്മൾ കാണുന്നുണ്ട്, അതും ഹവയും പാപം ചെയ്തപ്പോൾ അവരിൽ നിന്ന് ഒരു ആവരണം മാറിപ്പോവുകയും അവർ നഗ്നരാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. അന്ന് നഷ്ടപ്പെട്ട ഒരു വസ്ത്രം അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരുവൻ കുരിശിൽ കയറി. അവൻ തരുന്ന വസ്ത്രം, അവനാകുന്ന വസ്ത്രം നമ്മൾ ധരിച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും എടുത്തു പറയുകയാണ്, നിത്യജീവനിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. ഈ ജീവിതം എങ്ങനെയും തീർന്നു കൊള്ളട്ടെ, പക്ഷെ ഈ ഒരു ആത്മാവിനെ തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾക്കുണ്ട്. അത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. വേണ്ടേ? അപ്പൊ നമുക്ക് ഇന്നൊന്ന് റെഡി ആകാം. ഈ ഒരു വസ്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം സെൽഫിഷ്നെസ് ആണോ? നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ദേഷ്യമാണോ? നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ലസ്റ്റ് ആണോ? നമ്മൾ എന്തൊക്കെയോ വസ്ത്രം ധരിച്ചിട്ടുണ്ട്.
ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇന്ന് അഴിച്ചു മാറ്റാൻ ഒരു തീരുമാനമെടുക്കാം. അത് പിതാവിന്റെ സന്നിധിയിലേക്ക് ആ വസ്ത്രം അങ്ങ് കൊടുക്കാം. പിതാവിനോട് നമ്മൾ ഏറ്റുപറയുന്നതോടെ കൂടെ ഈ വസ്ത്രവും കൂടെ അങ്ങ് കൊടുക്കാം. അവിടെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിതാവ് തരുന്ന വസ്ത്രം മേടിക്കാൻ നമ്മൾ റെഡി ആവുക. കർത്താവ് ഒരിക്കലും ഇങ്ങനെ ഹീസ് എ ജെന്റിൽമാൻ, he won't come inside without your permission, so let him come in. He is knocking at your door. വചനം പറയുന്നു റെവലേഷൻ 3:20 യേശുക്രിസ്തു നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും ഇന്ന് അവന്റെ സ്വരം ശ്രവിച്ച് ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ അവൻ ഉള്ളിൽ വരികയും നിന്നോട് കൂടെ വന്നിരുന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്യും. Let's read that. Revelation 3:20. Behold, I stand at the door and knock. If anyone hears my voice and opens the door, I will come into him and eat with him, and he with me. ഇവിടെ നമ്മൾ കണ്ടു, മക്കൾ യൂത്തിനും എല്ലാം മനസ്സിലായി. ഹീസ് നോക്കിംഗ് അറ്റ് യുവർ ഡോർ. നമ്മൾ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, എങ്ങനെയും ജീവിച്ചോളട്ടെ, ഹീ ഈസ് സ്റ്റിൽ നോക്കിംഗ് എവറി ഡേ, എവറി സെക്കൻഡ്. ഇറ്റ്സ് our responsibility, our choice whether to open the door or not. So നമുക്ക് ഇന്ന്, if God is touching your lives, just listen. He is talking to you. അതുകൊണ്ട് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം കർത്താവ് എന്താണ് പറയുന്നതെന്ന്. നമുക്ക് ഹൃദയത്തിന്റെ കവാടം തുറന്നു കൊടുക്കാൻ നമ്മളിന്ന് സന്നദ്ധരാണോ എന്ന് നമുക്ക് നോക്കാം. ഇനി ഒരു അഞ്ചാമത്തെ ഒരു കാര്യമാണ് സംഭവിക്കുന്നുണ്ട്. ഈ വസ്ത്രം ധരിപ്പിച്ചതിന് ശേഷം, വസ്ത്രവും ചെരുപ്പും മോതിരവും എല്ലാം ധരിപ്പിച്ചതിന് ശേഷം പിതാവ് പറയുന്നുണ്ട് നല്ല കാളക്കുട്ടി അറക്കാനും. അവിടെ ഒരു സന്തോഷത്തിന്റെ സമയങ്ങൾ കടന്നു വരികയാണ്. അവിടെ റിജോയ്സിംഗ് ആണ്. അവിടെ പിന്നെ പോയി മുറിയിൽ ഇരിക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. ഒരു കുഞ്ഞു കരയുന്നതാണ്. Let's come back. Praise the Lord. Praise the Lord. Praise the Lord. അപ്പം നമ്മൾ ഈ പിതാവ് തരുന്ന വസ്ത്രം ധരിച്ചതിന് ശേഷം, പിതാവ് തരുന്ന ചെരുപ്പ് ഇട്ടതിന് ശേഷം, പിതാവ് തരുന്ന മോതിരം ഇട്ടതിന് ശേഷം നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. There is rejoicing. പിതാവിനോട് കൂടെ ആ മകൻ സന്തോഷിക്കുകയാണ്. പിതാവിനോട് കൂടെ ആ മകൻ ഉല്ലസിക്കുകയാണ്. പിതാവ് മകന്റെ തിരിച്ചു വരവിൽ അവിടെ വലിയ സന്തോഷമാണ് നടക്കുന്നത്. ഇന്ന് നമ്മൾ ഇത് ചെയ്യാൻ റെഡിയാണോ? Are we ready to rejoice with the Lord rather than just pleading, rather than just കർത്താവിന്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ച് രോഗം മാറ്റണേന്നോ അല്ലെങ്കിൽ എന്താ എനിക്ക് ജോലി തരണേന്നോ, ഇത് മാത്രമല്ലാതെ എൻ്റെ കോളേജിന്റെ ഡിഗ്രി നല്ല രീതിയിൽ പൂർത്തിയാക്കാനുള്ള ഇത് തരണേന്നോ അല്ല. നമ്മൾ ഈ രാജാവിനോട് കൂടെ സന്തോഷിക്കാൻ റെഡിയാണോ? രാജാവ് കടന്നു വരുന്ന സ്ഥലത്ത് അവിടെ രാജാവിന്റെ സർവ്വ അനുഗ്രഹങ്ങളും കടന്നു വരികയാണ്. Do you need the king or the possessions? Do you need the king or the gifts that the king is going to provide? ഇന്ന് ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. കർത്താവിനെ സ്വീകരിക്കണോ, രാജാവിനെ സ്വീകരിക്കണോ, അതോ രാജാവ് തരുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യമോ ജോലിയോ, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വേണോ? രാജാവിനെ തന്നെ വേണോ? രാജാവുള്ളിടത്ത് അനുഗ്രഹങ്ങൾ ഉണ്ടാകും തീർച്ചയാണ്. കർത്താവിന്റെ പ്രസൻസ് ഉള്ളിടത്ത് നമ്മുടെ മക്കൾ ഒന്നും ചോദിച്ചിട്ടല്ല അവർക്ക് ഭക്ഷണമോ അവർക്ക് വസ്ത്രമോ കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗീയ പിതാവിന് എത്രയധികമായി നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിയാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് നമ്മളെ ഈ ഒരു റിജോയ്സിങ്, നമ്മളെ ഈ ഇത്രയും നേരം നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ സമയത്ത് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ സ്തുതിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആവശ്യങ്ങൾ മാത്രമാണ് സമർപ്പിച്ചതെങ്കിൽ, ഇനിയുള്ള നിമിഷങ്ങൾ കർത്താവിനോട് കൂടി നമുക്കൊന്ന് സന്തോഷിക്കാം. Praise and worship should be rejoicing with the Lord. It shouldn't be just pleading. It shouldn't be just പരാതികൾ മാത്രമായിരിക്കരുത് പ്രൈസ് ആൻഡ് വർഷിപ്പ്. പരാതികൾ മാത്രമായിരിക്കരുത് പ്രാർത്ഥന. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, prayer shouldn't be just pleading. It should be rejoicing and thanksgiving with the Lord, with the Son, with the Holy Spirit. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ സമയങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ എടുക്കാം. ഇനി നമുക്ക് ഈ ട്രാൻസ്ഫോംഡ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് നിലനിൽക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണം. ട്രാൻസ്ഫോംഡ് ആയ ശേഷം അതിൽ എങ്ങനെ നമുക്ക് നിലനിൽക്കാൻ പറ്റും എന്ന വചനത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ഈ ഒരു ഇതിൽ നിലനിർത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്, ഹിസ് ബ്ലഡ്. കർത്താവിന്റെ രക്തമില്ലാതെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല. കർത്താവിന്റെ രക്തമില്ലാതെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല. അത് നമ്മൾ ഓരോ നിമിഷവും പാപം ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ നോട്ടത്തിലൂടെയോ നമ്മുടെ ചിന്തയിലൂടെയോ ഒക്കെ നമ്മൾ പാപം ചെയ്യുന്നവരാണ്. ഈ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാൻ ഒന്നേ സാധിക്കുകയുള്ളൂ, രക്തത്തിന്.
കർത്താവിന്റെ ഒരു കണ്ടീഷനാണത്. പിതാവ് പഴയ നിയമത്തിൽ തന്നെ വെച്ചൊരു കണ്ടീഷനാണ്. രക്തം മാത്രമേ നമ്മുടെ പാപങ്ങൾ മായ്ക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ലെവിറ്റിക്കസ് ചാപ്റ്റർ 17 വേഴ്സ് 11 ഒന്ന് വായിക്കാം. ലേവ്യർ 17:11. ലെവിറ്റിക്കസ് ചാപ്റ്റർ 17 വേഴ്സ് 11. For the life of the flesh is in the blood, and I have given it for you upon the altar to make atonement for your souls, for it is the blood that makes atonement by reason of the life. ഇവിടെ രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന് വചനം പറയുന്നു. അതൊരു കണ്ടീഷനാണ്, പിതാവ് വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഈ ഒരു രക്തം ചിന്തലില്ലാതെ നമ്മുടെ പാപമോചനമില്ല. വചനം പറയുന്നു പാപപരിഹാര ബലിയും, അങ്ങനെ നമ്മൾ പാപം ചെയ്യുന്ന അവസ്ഥയിൽ പാപപരിഹാര ബലിയൊക്കെ ചെയ്യാൻ വചനം ലെവിറ്റിക്കസ് ആ ഒരു ബുക്ക് മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പലതരത്തിലുള്ള ബലികൾ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് പിതാവ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾക്ക് വേണ്ടി ഒരുവൻ എല്ലാ ബലിയും പൂർത്തിയാക്കിക്കൊണ്ട് കുരിശിലേറി. ഇത് നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊല്ലേണ്ടിയിരുന്ന ഒരു പക്ഷെ 10,000-കണക്കിന് ആടുകളെയും കുഞ്ഞാടുകളെയും മുട്ടനാടുകളെയും ഒക്കെ ആയിരുന്നായിരിക്കാം. പക്ഷേ ഈ ഒരു ബലികളൊന്നുമില്ലാതെ എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഒരുവൻ കുരിശിലേറി അവന്റെ അവസാനത്തുള്ള രക്തവും വെള്ളവും വരെ നമുക്ക് വേണ്ടി ചിന്തി. ഈ രക്തത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ, ഈ രക്തത്തിന്റെ അതിന്റെ ആഴം മനസ്സിലാക്കാതെ, അത് സ്നേഹത്തിന്റെ തുള്ളികളാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ സ്വീകരിക്കുന്ന ഓരോ കുർബാനയും വ്യർത്ഥമാണെന്ന് തിരിച്ചറിയുക. നമ്മൾ സ്വീകരിക്കുന്നത് അപ്പകഷ്ണവും വീഞ്ഞ് മാത്രമാണെങ്കിൽ വീഞ്ഞിന്റെ മാധുര്യം അറിയാനോ വീഞ്ഞിന്റെ വീര്യം അറിയാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതില് സ്നേഹമുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയില്ല. It's not just bread and wine, it is the body and blood of Jesus Christ. ഈ ഒരു അവബോധത്തോടെ കുർബാന കണ്ടില്ലെങ്കിൽ ഇത് വ്യർത്ഥമാണ്. അച്ഛനും ഇവിടെ നിൽക്കുന്ന ആളുകളും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നാടകം മാത്രമായി തീരും ഈ അവസാനം നമ്മൾ സ്വീകരിക്കുന്ന അപ്പവും വീഞ്ഞുമാണെങ്കിൽ. എന്നാൽ അവസാനം നമ്മൾ സ്വീകരിക്കുന്നത് കർത്താവിന്റെ ശരീരവും രക്തവുമാണെങ്കിൽ ഈ കുർബാനയുടെ അർത്ഥം നമുക്ക് മനസ്സിലാവും. അതിന് നമുക്ക് ആദ്യം വേണ്ടത് കർത്താവുമായുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്. അവിടെ കർത്താവുമായി നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഈ 3-4 മണിക്കൂർ ഇവിടെ വന്ന് നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. പ്രിയപ്പെട്ട സഹോദരരെ, വീണ്ടും പറയുകയാണ്, കുർബാന കർത്താവിന്റെ രക്തവും അവന്റെ ശരീരവുമാണ്. ആ റെസ്പെക്റ്റോടെ, ആ സ്നേഹത്തോടെ കർത്താവ് നമുക്ക് വേണ്ടി ഓരോ തുള്ളി രക്തവും ചിന്തിയ ആ ഒരു അവബോധത്തോടെ നമ്മൾക്ക് ആ കുർബാനയിലേക്ക് കടന്നു പോകാം. കർത്താവിന്റെ രക്തം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക, വചനത്തിൽ ആഴപ്പെടുക. വചനം പറയുന്നു രക്തത്തിലൂടെ മാത്രമേ നമ്മുടെ പാപങ്ങൾ മോചിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫോംഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ പാപ സാഹചര്യം വന്നോ ഒരുപക്ഷെ നമ്മൾ അറിയാതെ പാപത്തിലേക്ക് വീണു പോയി എന്നും വരാം. പക്ഷേ യേശുവിന്റെ രക്തത്താൽ നമുക്ക് വിജയമുണ്ട്. എല്ലാ മൃഗബലിയേക്കാളും എല്ലാ ബലികളെയും പൂർത്തിയാക്കിക്കൊണ്ട് ഒരുവൻ നമ്മൾക്കായി കുരിശിലേറിയെങ്കിൽ അവന്റെ രക്തത്തിന് അത്രയേറെ ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുക. അവൻ മനുഷ്യൻ മാത്രമല്ല, അവൻ ദൈവവുമാണെന്ന് തിരിച്ചറിയുക. അവന്റെ രക്തം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ അവന്റെ കർത്താവിന്റെ വചനമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വചനം മറ്റാരുമല്ല, യേശുക്രിസ്തു തന്നെയാണ്. ഈ തന്നിരിക്കുന്ന ബൈബിള് ഒരു ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാതെ, ഈ ബൈബിള് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ എത്ര നാളായി ജീവിക്കാൻ തുടങ്ങിയിട്ട്? 5, 10, 20, 70, 80 എത്രയായാലും ഇത് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകരുത്. ഇതൊരു സ്നേഹത്തിന്റെ ലെറ്ററാണ്, ഇതൊരു സ്നേഹത്തിന്റെ അക്ഷരങ്ങളാണ്. ഇത് വായിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിന്റെ ഇടയിലൂടെ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച്, പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. വചനം പറയുന്നു, യേശുക്രിസ്തു പറയുന്നു, വചനം അറിയാത്തതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യുന്നതെന്ന്. ഇത് മറ്റാരുമല്ല പറയുന്നത്. You do not know the scripture, that's why you sin. If you do not know the scripture, you have to know the scripture. നിങ്ങളുടെ ഇടയിലേക്ക് ആരെങ്കിലും കടന്നു വരികയാണ് യേശുക്രിസ്തു ആരാണെന്ന് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പാപം ചെയ്യുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണെങ്കിൽ you have to know the scripture. സഭ തന്നിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യമാണ് വചനം. ഈ വചനം വായിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണെന്ന് വീണ്ടും എടുത്ത് പറയട്ടെ. വചനം നമ്മുടെ ജീവിതത്തെ മാറ്റും. വചനം പറയുന്നു, വചനം കടന്നു വരികയും നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാക്കുകയും ചെയ്തെന്ന്. ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് വചനം അറിഞ്ഞിരിക്കണം, വചനത്തിലെ ഓരോ വരിയും അറിഞ്ഞിരിക്കണം. നമുക്ക് ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 27-32 ഒന്ന് വായിക്കാം. ലൂക്ക് 24, 27 and 32. Some of those who were with
and found it just as the woman had said, but him they did not see. And he said to them, O foolish men, and slow of heart to believe all that the prophets have spoken. Was it not necessary that the Christ should suffer these things and enter into his glory? And beginning with Moses and all the prophets, he interpreted to them in all the scriptures the things concerning himself. ഇവിടെ യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നത് സ്ക്രിപ്ചറിലൂടെയാണ്. സ്ക്രിപ്ചറിന്റെ മോസസ് മുതൽ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ഓരോ സ്ക്രിപ്ചർ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മോസസ് ഈ ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. യേശുക്രിസ്തു ഇന്ന് നമ്മളോട് ഈ ഒരു വചനത്തിലൂടെ തന്നെ വെളിപ്പെടുത്തുകയാണെങ്കിൽ, വെളിപ്പെടുത്തുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ബുക്ക് തുറന്ന് വായിക്കുക തന്നെ വേണം. എന്നാലേ യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്നും, യേശുക്രിസ്തു വെറുതെ കുരിശിൽ മാത്രം തൂങ്ങി അത് കാരണം നമ്മൾ എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥിക്കുന്നതോ, അല്ലെങ്കിൽ യേശുക്രിസ്തു ചുമ്മാ ഒരു ദൈവമല്ല. ഈ ലോകം കാണുന്നത് പോലെ 10-16 എണ്ണത്തില് ഒന്നല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു സ്നേഹമാണ്. യേശുക്രിസ്തു സത്യദൈവമാണ്. ഈ യേശുക്രിസ്തു ഇല്ലാതെ നമുക്ക് നിത്യജീവനില്ല. ഇവനെ ധരിക്കാതെ നമുക്ക് നിത്യജീവനില്ല. വസ്ത്രം എന്തെന്നറിയാതെ നമ്മൾ എങ്ങനെ വസ്ത്രത്തെ ധരിക്കും? അതുകൊണ്ട് നമ്മൾ ഈ വചനം വായിച്ചില്ലെങ്കിൽ നമുക്ക് നിത്യജീവൻ ഉണ്ടാവുകയില്ല. ഈ വചനം വായിക്കാതെ യേശുക്രിസ്തു ആരാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുത്തേ, മക്കളോട് എങ്ങനെ പറഞ്ഞു കൊടുക്കും വചനം വായിക്കാൻ? നമ്മൾ ഇത്രയും വർഷം ജീവിച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ ബൈബിൾ വായിച്ചില്ലെങ്കിൽ, പുതിയ നിയമം മാത്രമല്ല, അല്ലെങ്കിൽ പഴയ നിയമം മാത്രമല്ല, സങ്കീർത്തനങ്ങൾ മാത്രമല്ല, ബൈബിളിന്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും വചനം വായിക്കണമെന്ന്? ഈ സമയം കൊണ്ട് 3, 4, 5 പ്രാവശ്യം വായിച്ച് കഴിയേണ്ടതാണ് മിനിമം. ഒരു ദിവസം ഒരു ലൈനെങ്കിലും വെച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പകുതി മുക്കാലെങ്കിലും എത്തിയേനെ. നമ്മൾ ഇന്ന് മുതൽ വചനം വായിക്കണമെന്ന് തീരുമാനമെടുക്കുക. ഇന്ന് മുതൽ വചനത്തിൽ ആഴപ്പെടണമെന്ന് തീരുമാനമെടുക്കുക. പരിശുദ്ധാത്മാവിനോട് പറയുക. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രാവിന്റെ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരാൾ മാത്രമല്ല. ഹീസ് എ റിയൽ പേഴ്സൺ. ടോക്ക് ടു ഹിം. വെള്ളത്തിന്റെ പുറത്തിങ്ങനെ ചലിക്കുന്ന ഒരാൾ മാത്രമല്ല. ഹീസ് എ റിയൽ പേഴ്സൺ. ടോക്ക് ടു ഹിം. പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും വചനത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളെ കുറിച്ച്. വചനം എടുത്ത് വായിക്കുക. പരിശുദ്ധാത്മാവിനോട് പറയുക കൂടെ ഇരിക്കാൻ. ഒരു റിയൽ പേഴ്സൺ ആയിട്ട് ഒരു കസാര ഇട്ട് കൊടുക്കുക. കം സിറ്റ് വിത്ത് മീ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പറയുക, എന്നെ പഠിപ്പിക്കാൻ പറയുക. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക തന്നെ ചെയ്യും. മൂന്നാമതായിട്ട് എന്താണ് നമ്മൾ മറ്റൊരു ട്രാൻസ്ഫോർമേഷനിൽ പിടിച്ചു നിർത്താൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിസ് പ്രസൻസ്. കർത്താവിന്റെ സാന്നിധ്യം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവിന്റെ സാന്നിധ്യമുള്ളിടത്ത് സർവ്വ പാപങ്ങളും സർവ്വ ദോഷങ്ങളും സർവ്വ ശാപങ്ങളും ഇല്ലാതാകുന്നു. കർത്താവിന്റെ സാന്നിധ്യമുള്ളിടത്ത് സ്പ്ലിറ്റ് സെക്കൻഡിനുള്ളിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. നമുക്ക് ഒരു വ്യക്തിയെ കാണാം, സക്കായിയെ. ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സ് 1-9. ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സ് 1-9. അവൻ യെരിഹോവിലെത്തി. കടന്നു പോകുമ്പോൾ ചുമക്കാരുടെ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനായതുകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സഖായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സഖായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിയായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ? കർത്താവിനെ കണ്ട സെക്കൻഡില്, കർത്താവ് ഭവനത്തിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞ സെക്കൻഡില് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ സക്കായിയെ പോലെ നമ്മുടെ ജീവിതവും നമുക്കുള്ള സർവ്വവും സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പകുതിയായിട്ടല്ല, ജീവിതത്തിന്റെ പകുതിയല്ല, രാവിലെ മുതൽ ഉച്ച വരെയല്ല, ജീവിതത്തിന്റെ 50 വയസ്സ് വരെയല്ല, 50 ശേഷമുള്ള വയസ്സ് വരെയല്ല, ചെറുപ്പത്തിലെ ജനനം മുതലേ അമ്മയുടെ ദുരിതത്തിലായിരിക്കുമ്പോഴേ കർത്താവിന് ഈ ജീവിതം സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് സമർപ്പിക്കാം. കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറയാം. നമ്മൾ പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ആർക്ക് ഓഫ് ഗോഡ്. കർത്താവിന്റെ പേടകം ഫിലിസ്തീർ കൊണ്ടുപോകുന്നതായിട്ട്, എനിക്ക് എക്സാക്ട്ലി ഓർക്കുന്നില്ല, ഫിലിസ്തീർ ആണെന്ന് എൻ്റെ വിശ്വാസം. ഫിലിസ്തീർ
ഫിലിസ്തീർ കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിലിസ്തീർ അവരുടെ ദേവനോട് കൂടെ ഡേഗൺ എന്ന് പറയുന്ന ഒരു ദേവനോട് കൂടെ പേടകം അവിടെ വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ ഡേഗന്റെ ബിംബം അവിടെ താഴെ വീണ് കിടക്കുന്നതായിട്ട്, ഡേഗന്റെ കൈയും കാലും എല്ലാം വേർപെട്ട് ആ ഒരു ഐഡൽ അവിടെ പൊടിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ വീണ്ടും അത് വീണ് കിടക്കുകയാണ്. രണ്ടാമത് അവർ എടുത്തു വെക്കുന്നു. സെക്കൻഡ് ഡേ അവർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവർ വീണ്ടും കാണുകയാണ് കൈയും കാലും എല്ലാം തകർന്ന് ഡേഗൻ അവിടെ കിടക്കുന്നത്. അവിടെ ഒന്നും ചെയ്തില്ല, അവിടെ ആരും ഒന്നും പ്രാർത്ഥിച്ചില്ല. കർത്താവിന്റെ പ്രസൻസ് ഇസ് മോർ ദാൻ എനഫ്. കർത്താവിന്റെ പ്രസൻസ് ഏത് തിന്മയുടെ സ്വാധീനത്തെയും ഏത് തിന്മയുടെ ശക്തിയെയും വിജയിക്കാൻ മതിയായതാണ് കർത്താവിന്റെ പ്രസൻസ്. നമ്മൾ കണ്ട സഖായിയെ പോലെ ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പറ്റുന്നതാണ് കർത്താവിന്റെ പ്രസൻസ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നുണ്ടെന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ കർത്താവിനോട് പറയുക, അവളുടെ കൂടെ ഉണ്ടായിരിക്കുക എന്ന് പറയുക. ഹിസ് പ്രസൻസ് ഇസ് മോർ ദാൻ എനഫ്. കർത്താവിന്റെ സാന്നിധ്യം അവരോട് കൂടെ പോകട്ടെ. അവിടെ തിന്മകൾ വിട്ടുമാറും. ഒരുപക്ഷെ നമുക്ക് ഈ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റമൊന്നും കണ്ടില്ല എങ്കിൽ തന്നെ അവരുടെ ജീവിതം അവസാനം കർത്താവിൽ എത്തുക തന്നെ ചെയ്യും. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വചനത്തിൽ കേൾക്കുന്നുണ്ട്, തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മൾ പലപ്പോഴും ഒരു ഭാഗം വരെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. കുരിശുമെടുത്ത് അനുഗമിക്കുക, കുരിശുമെടുത്ത് എന്ന് പറയാം. നമ്മളെന്നിട്ട് ചിന്തിക്കും, ഞാൻ എൻ്റെ കുരിശുമെടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മൾ നടക്കുന്നത്? മുമ്പിലുള്ളവരെ നോക്കാതെ നമ്മുടെ ജീവിതം അത് ലക്ഷ്യത്തിലെത്തുകയില്ല. കർത്താവ് വ്യക്തമായി പറയുന്നത്, നിന്റെ കുരിശുമെടുത്ത് എൻ്റെ പുറകെ വരികയെന്നാണ്. നിന്റെ കുരിശുമെടുത്ത് എങ്ങോട്ടെങ്കിലും പോകാൻ കർത്താവ് പറയുന്നില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഇതാണ്, ഇങ്ങനെ ഈ ഒരു ട്രബിൾ കുറേ നാളായി ഇങ്ങനെ ഉണ്ട് കൂടെ. ഒരു പക്ഷെ കുടുംബജീവിതം നല്ലതല്ലായിരിക്കാം, ഒരു പക്ഷെ മക്കള് ഇങ്ങനെ പോകുന്നതായിരിക്കാം, ഒരു പക്ഷെ ജോലി ശരിയാവുന്നില്ലായിരിക്കാം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ കർത്താവ് തന്ന കുരിശാണ്, ഇതുകൊണ്ട് അങ്ങ് നടക്കാം. ഇതാണ് നമ്മുടെ ഒരു ചിന്ത. എന്നിട്ട് നമ്മൾ വലിയ സാക്രിഫൈസ് ചെയ്യുന്നതായിട്ടാണ് നോക്കുന്നത്. പക്ഷെ മുമ്പിലുള്ളവരെ നോക്കാൻ എന്തെങ്കിലും നമ്മൾ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി. പക്ഷെ എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മുടെ കുരിശുമെടുത്ത് നടക്കുമ്പോൾ മുമ്പിലുള്ളവൻ ആരാണെന്ന് നോക്കുക. അവനിൽ നിന്ന് ശക്തി സ്വീകരിക്കുക, അവനിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുക. അവൻ നമുക്ക് സർവ്വത്തിനും മതിയായതാണ്. അവന്റെ പ്രസൻസ് സർവ്വത്തിനും മതിയായതാണ്. അപ്പോൾ നമ്മുടെ ഭാരം അവൻ ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതുവരെ നമുക്ക് തോന്നുകയില്ല. അവന്റെ സാന്നിധ്യം അറിഞ്ഞില്ലെങ്കിൽ അവൻ നമ്മുടെ ഭാരം ഏറ്റെടുക്കുന്നതായിട്ട് നമ്മൾ ഒരിക്കലും അറിയുകയില്ല. അവനെ തിരിച്ചറിയുക, അവന്റെ സാന്നിധ്യത്തിന് മുന്നേ അവന്റെ സാന്നിധ്യത്തോട് കൂടെ പോകുക. ഇനി അടുത്തൊരു കാര്യം, അവന്റെ നാമം സർവ്വത്തിന് മതിയായതാണ്. നമ്മളെ ട്രാൻസ്ഫോർമേഷനിൽ പിടിച്ചു നിർത്താൻ ഉതകുന്ന, നമ്മളെ ട്രാൻസ്ഫോർമേഷനിൽ നിർത്താൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഹിസ് നെയിം, അവന്റെ നാമം സർവ്വത്തിനും മതിയായതാണ്. നമ്മൾ പത്രോസിനെ കാണുന്നുണ്ട്. നമുക്ക് ആക്ട്സ് ചാപ്റ്റർ 3:6 എന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3:6. ആക്ട്സ് ചാപ്റ്റർ 3:6. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണയും മുറിച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പൂർത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. പത്രോസ് മറ്റൊന്നും ചെയ്യുന്നില്ല, നസ്രാനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിന് ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുക, അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് അവന്റെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക, അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. യഹോവ ശാലാമായവൻ, യഹോവ നിസ്സി ആയവൻ, യഹോവ ഷമ്മ ആയവൻ. ഇങ്ങനെ യഹോവ എന്നാണ് പഴയ നിയമത്തിൽ പിതാവായ ദൈവത്തെ പറയുന്നത്. ഇങ്ങനെ യഹോവ ഷമ്മ ആയവനെ, യഹോവ ശാലോമായവൻ, ഇവയെല്ലാം കൂടി വന്നിരിക്കുന്ന ഒരേ ഒരു നാമത്തിലാണ്. എല്ലാം മുട്ടുമടങ്ങുന്ന ഒരു നാമം, യേശുക്രിസ്തുവിന്റെ നാമം. എല്ലാം മുട്ടുമടങ്ങുന്ന, എല്ലാ നാമം പാടുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. Every knee shall bow and every tongue will confess that he is the Lord. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, എല്ലാം മുട്ടും മടങ്ങുക തന്നെ ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. നമുക്ക് ട്രാൻസ്ഫോർമേഷനിൽ നിലനിൽക്കാൻ പറ്റുന്നില്ലേ, നമ്മുടെ ഈ ചേഞ്ചിൽ നിലനിൽക്കാൻ പറ്റുന്നില്ലേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവിനോട് കൂടെ സഞ്ചരിക്കുക. ഇനി ഇതൊക്കെ ചെയ്തിട്ടും ഒന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സഭയും നമുക്ക് തന്നിരിക്കുന്ന കുടുംബവും എല്ലാം ഇതിനു വേണ്ടിയാണ്.
നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിലനിൽക്കാൻ പറ്റുന്നില്ല, ഒരാളുടെ സഹായം കൂടിയേ തീരൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ വൈദികരുണ്ട്, നമ്മുടെ ലേ ലീഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥന കൂട്ടായ്മകളുണ്ട്. ഭാര്യയോ ഭർത്താവോ ഏൽപ്പിച്ചിരിക്കുന്നത് സ്വന്തമായി ജീവിച്ച് അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടല്ല, ഭാര്യയും ഭർത്താവും സപ്പോർട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നത് അവർ വന്ന് ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കാനുള്ളൊരു ചെവി നമുക്കുണ്ടായിരിക്കണം. അവരെ കുറ്റപ്പെടുത്താതെ അവർ പറയുന്ന എന്തെന്ന് കേൾക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള കൃപ, ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളിലൂടെ ഒക്കെ പോയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 2-3 പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടായിരിക്കും. ഒറ്റയ്ക്കുള്ള ജീവിതം പറ്റുന്നില്ലെങ്കിൽ, ഒറ്റയ്ക്ക് ഇതൊന്നും ഈ ഒരു സ്ട്രഗിളിൽ കൂടെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രെയർ ഗ്രൂപ്പിൽ പോവുക, അച്ഛനോട് പറയുക, അച്ഛനോട് തുറന്ന് പറയുക. വൈദികർ അതിനു വേണ്ടിയിട്ടാണ്. വൈദികർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, വൈദികർ നമ്മളെ ഗൈഡ് ചെയ്യും. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ലീഡറായിട്ട് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കാര്യങ്ങൾ ഏറ്റു പറയാനും തുറന്ന് പറയാനും ഒക്കെ ഒരു വ്യക്തി ഉണ്ടാകുന്നത് നല്ലതാണ്. ഭാര്യയ്ക്ക് മുകളിലാണ് ഭർത്താവിനോട് പറയാം. ഇനി അത് കുടുംബജീവിതത്തിൽ അത് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വൈദികർ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ലേ ലീഡേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രെയർ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ പോവുക, കർത്താവിനെ ആശ്രയിക്കുക. അവിടെ പോകുന്നത് കൊണ്ടല്ല നമുക്ക് രക്ഷ നൽകുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിലും വൈദികനല്ല നമുക്ക് രക്ഷ നൽകുന്നത്, വ്യക്തിയല്ല രക്ഷ നൽകുന്നത്. പലപ്പോഴും നമ്മൾ വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവരിലൂടെ പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അച്ഛനിലൂടെ പ്രവർത്തിക്കുന്നത് യേശു ക്രിസ്തുവാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക. അച്ഛൻ നമ്മൾ ഐഡൽ ഉണ്ടാക്കി വെക്കുകയല്ല ഹൃദയത്തിൽ വേണ്ടത്. അച്ഛനിലൂടെ പ്രവർത്തിക്കാൻ യേശു ക്രിസ്തുവിന് സാധിക്കും എന്ന് തിരിച്ചറിയുക. ഏറ്റുപറച്ചിലൂടെ ഒരു ഐഡലിനെ അല്ല നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്. പ്രെയർ ഗ്രൂപ്പ് ഒരു ഐഡൽ ആവരുത്. പ്രെയർ ഗ്രൂപ്പിന് മുകളിൽ പ്രവർത്തിക്കുന്ന ഒരുവനായിരിക്കണം നമ്മുടെ ദൈവം. പ്രെയർ ഗ്രൂപ്പിന് മുകളിൽ ആര് നിൽക്കുന്നുവോ അവനിലായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരിക്കൽ കൂടെ പറയട്ടെ, ഹെൽപ്പിനായി കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഐഡലായി തീരരുത്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലായിരിക്കരുത് നമ്മുടെ ശക്തി. അതിന് മുകളിൽ നിൽക്കുന്ന ഒരുവനിലായിരിക്കണം, യേശുക്രിസ്തുവിലായിരിക്കണം നമ്മുടെ ശക്തി. യൂത്ത് ഗ്രൂപ്പുകളിലേക്ക് കടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ശക്തി യൂത്ത് ഗ്രൂപ്പിലായിരിക്കരുത്, അവിടെ കൂടെയുള്ള വ്യക്തി ആയിരിക്കരുത്, അവിടെ കൂടെയുള്ള ആരും ആയിരിക്കരുത്. ഇറ്റ് ഷുഡ് ബി ഇൻ ജീസസ് ക്രൈസ്റ്റ്. യുവർ സ്ട്രെങ്ത് ഷുഡ് ബി ഇൻ ജീസസ് ക്രൈസ്റ്റ്. മറ്റൊരു വ്യക്തിയിൽ, മറ്റൊരു ഗ്രൂപ്പിൽ, വൈദികനിലോ അല്ലെങ്കിൽ ഒരു പേഴ്സണലിലായിരിക്കരുത് നിങ്ങളുടെ ശക്തി. ഒരിക്കൽ കൂടെ പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ഒരു ദിവസം ഒരു യു ടേൺ എടുക്കാൻ നമ്മൾ റെഡിയാണോ? ട്രാൻസ്ഫോർമേഷൻ ശരിക്കും എന്താ? നമ്മളെ കർത്താവ് എങ്ങനെ ആക്കിയിരിക്കുന്നത്? കർത്താവിന്റെ ഛായയിലും സാദൃശ്യത്തിലും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാണ് നമ്മൾ ഓരോരുത്തരും. എവിടെയൊക്കെയോ നമ്മൾ കർത്താവിന്റെ ഛായ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ ഇമേജ് നമ്മൾ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു യു ടേൺ ആണ്. ഇതൊരു പുതിയ സംഭവമല്ല, നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരു പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഇതെല്ലാം കർത്താവ് നേരത്തെ സൃഷ്ടിച്ചതാണ്. നമ്മളെ ആരാക്കി സൃഷ്ടിച്ചോ അതിലേക്കുള്ളൊരു തിരിച്ചു പോക്കാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ബി റെഡി ടു മേക്ക് എ യു ടേൺ ടുഡേ ഇഫ് യു ആർ വില്ലിംഗ്. കർത്താവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിത്യജീവനിലേക്ക് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈ ആത്മാവിനെ തിരിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് മേക്ക് എ യു ടേൺ. പ്രോഡിഗൽ സൺ ചെയ്തതുപോലെ നമുക്കിന്ന് കൺഫസ് ചെയ്യാം. നമ്മുടെ ഹൃദയത്തിൽ ആദ്യം തീരുമാനമെടുക്കാം. ഹൃദയം കഠിനമായിട്ടിരിക്കുകയാണെങ്കിൽ, പലപ്പോഴും നമ്മുടെ ജോലിയുടെ തിരക്കും വീട്ടു ജോലിയും എല്ലാം കാരണം ചിലപ്പോൾ അമ്മമാരൊക്കെ ടയേർഡായിരിക്കും. ഈ ഒരു ഹൃദയ കാഠിന്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ഹൃദയത്തെ തുളയ്ക്കാൻ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ഒന്നുണ്ട്, വചനം. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ വചനം സർവ്വത്തിനും മതിയായതാണ്. വചനം ഒരുവനാണ്, യേശു ക്രിസ്തു. അവസാന നാളിൽ അവൻ കടന്നു വരുമ്പോൾ അവന്റെ മേലൊരു നാമം ഉണ്ടാകും, വചനമെന്ന്. അതുകൊണ്ട് വചനം യേശുവാണെന്ന് ചിന്തിക്കുക. എവിടെയും ഇട്ട് കളയുന്ന ഒരു ബുക്ക് മാത്രമല്ല ബൈബിൾ. സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ബുക്ക് മാത്രമല്ല ബൈബിൾ. അത് ജീവനാണ്. അതിൽ ജീവൻ വരണമെങ്കിൽ അത് വായിക്കണം. എന്നാൽ അതൊരു വ്യക്തിയാകും, അവൻ യേശുക്രിസ്തു ആകും. യേശുക്രിസ്തുവിനെ രക്ഷകനായും നാഥനായും കർത്താവായും ഇന്ന് ആരൊക്കെ സ്വീകരിക്കാൻ റെഡിയാണ്? സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു പേഴ്സണൽ സേവിയറായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് സ്വീകരിക്കാൻ ഇന്ന് ആരൊക്കെ റെഡിയാണ്? ഇന്ന് നമുക്കൊരു യു ടേൺ എടുക്കാൻ ഇന്ന് നമ്മൾ റെഡിയാണോ? പ്രോഡിഗൽ സണ്ണിപ്പോൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകാൻ റെഡിയാണോ? ആണെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ നമ്മൾ റെഡിയാണോ? എന്തും ആയിക്കൊള്ളട്ടെ, മറന്നുപോയ പാപങ്ങളോ മറക്കാത്ത പാപങ്ങളോ പറയാത്ത പാപങ്ങളോ എന്തും ആയിക്കൊള്ളട്ടെ. വചനം പറയുന്നു,
പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപങ്ങൾ അറിയുന്ന സമയത്ത് പാപപരിഹാര ബലി അർപ്പിക്കാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പാപം നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, നമുക്ക് ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19 through 24 അത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു 10 മിനിറ്റ് കൂടെ. സോ നമ്മൾ ഈ 10 കൽപ്പനകൾ നമ്മൾ എടുത്ത് നോക്കിയിട്ട് നമ്മൾ പറയും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഞാനൊരു 10 മിനിറ്റ് കൂടെ എടുക്കുകയാണ്, എല്ലാവരും ഒരു 10 മിനിറ്റ് കൂടെ. ഓക്കെ, പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾ 10 കൽപ്പനകളായിട്ട് നമ്മൾ പറയുന്നുണ്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, സാബത്ത് ദിവസം നമ്മൾ ഭംഗിയായിട്ട് ആചരിക്കുന്നുണ്ട്. ഇങ്ങനെ 10 കൽപ്പനകൾ എടുത്ത് നോക്കിയാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ട്, കള്ളം വല്ലപ്പോഴൊക്കെ പറഞ്ഞാലും അതൊക്കെ ഏറ്റു പറയുന്നുണ്ട്, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകാം. വ്യഭിചാരം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, അന്യന്റെ വസ്തു ഭാര്യ അതൊന്നും വലിയ മോഹങ്ങളൊന്നുമില്ല. ഇപ്പോൾ 10 കൽപ്പനകൾ നമ്മൾ സേഫാണ്. 10 കൽപ്പനകളിൽ നമ്മൾ സേഫാണ്. നമ്മൾ സേഫാണോ? ഈ ഒരു സമയം നമുക്കൊന്ന് ചിന്തിക്കാനും കൂടെ എടുക്കാം. ഈ 10 കൽപ്പനകളിൽ നമ്മൾ സേഫ് ആണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19 to 24. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്പക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്നിവരുണ്ടാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അന്നും ഇന്നും പരിപാടി ഒന്ന് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ സ്വർഗരാജ്യത്തിലേക്ക് കയറ്റുകയില്ല. ലാസ്റ്റ് ഭാഗം നമ്മൾ വായിക്കാം. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഒരു ചേഞ്ചും ഇല്ല. അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു. ചെറുതായിട്ട് കള്ളം കുടിച്ചിട്ട് സ്വർഗത്തിൽ പോകത്തില്ല എന്നാ വചനം പറയുന്നത്. ചെറുതായിട്ട് ഇച്ചിരി ഐഡന്റിറ്റി ഒക്കെ ഉണ്ടെങ്കിലും, ചെറുതായിട്ടൊന്ന് കൈയൊക്കെ നോക്കിയാലും, ഇടയ്ക്കൊക്കെ ഒന്ന് വാരഫലം നോക്കിയാലും വലിയ കുഴപ്പമില്ല എന്നല്ല വചനം പറയുന്നത്. ഒരു രീതിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് വചനം പറയുന്നു. കൈനോട്ടമാണെങ്കിലും ശുദ്രമാണെങ്കിലും ആഭിചാരമാണെങ്കിലും, കുഞ്ഞുങ്ങൾക്ക് ഈ വാക്കുകളൊന്നും മനസ്സിലാവുന്നില്ലായിരിക്കാം. പക്ഷെ വലിയവരായി നമ്മൾ പലപ്പോഴും നാട്ടിൽ നിന്ന് വന്നവരാണ്. നമ്മൾ ഈ ഒരു കാര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോയവരാണ്, അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉള്ളവരാണ്. ഇതിൽ ഏതെങ്കിലും രീതിയിൽ അന്യ ദേവാരാധനയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തിന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അമ്പലത്തിൽ പോകുകയോ അവിടെ പോയി തൊഴുകയോ പ്രസാദം മേടിച്ച് കഴിക്കുകയോ, പ്രസാദമല്ലേ കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ. വചനം പറയുന്നു അന്യ ദേവാരാധനയുമായി ബന്ധപ്പെട്ട് ഒന്നും ഉണ്ടാവരുതെന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ ഈ പ്രമാണ ലംഘനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഈ 10 കൽപ്പനകൾ പറയുന്ന കാര്യം വീണ്ടും പറയുകയാണ്, ഐഡലേറ്ററി ഉണ്ടാവരുതെന്ന്. അത് അന്യദേവാരാധന ആണെങ്കിലും വ്യക്തി ആരാധന ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത്. there shouldn't be any other gods before you. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം ആരാധിക്കാൻ വചനം പറയുന്നുണ്ട്. ആ ഭാഗം നമുക്ക് ഒന്നുകൂടെ വായിച്ച് നിർത്താം. ഒന്നുകൂടെ. ജഡത്തിന്റെ പ്രവൃത്തികളോ Now the works of the flesh are evident: sexual immorality, impurity, sensuality, idolatry, sorcery, enmity, strife, jealousy, fits of anger, rivalries, dissensions, divisions, envy, drunkenness, orgies, and things like these. I warn you, as I warned you before, that those who do such things will not inherit the kingdom of God. ഇവിടെ കുറച്ചൊക്കെ സഹോദരനോട് ദേഷ്യപ്പെട്ടിട്ട് പള്ളി പോകാമെന്ന് വിചാരിക്കരുത്. കുറച്ചൊക്കെ ദേഷ്യപ്പെട്ടിട്ട് പിതാവിനോട് വർത്താനം പറയാമെന്ന് വിചാരിക്കരുത്. വചനം പറയുന്നു, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ബലിവസ്തു താഴെ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് സഹോദരനോടോ സഹോദരിയോടോ ബോസിനോടോ താഴെ ജോലി ചെയ്യുന്നവരോടോ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയിട്ടിട്ട് നമുക്ക് ഈ ഒരു ദിവസം ഒന്ന് ചിന്തിക്കാനെടുക്കാം. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടോ? ലസ്റ്റ് നമുക്കുണ്ടോ? 19 വയസ്സായില്ലേ, ഇനിയൊക്കെ എന്തുണ്ടാവാനോ? പക്ഷെ ഈ ഒരു കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ആർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് അത് ഏറ്റു പറയാം. കുടുംബജീവിതം നയിക്കുകയാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ കളങ്കങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയുക, ഓർത്ത് പശ്ചാത്തപിക്കുക.
ഒരിക്കൽ കൂടെ സഹോദരനോട് രമിതപ്പെടുക. വചനം യേശുക്രിസ്തു പറയുന്നു, സഹോദരനെ ദ്വേഷിക്കുന്നവൻ കൊലപാതകയാണെന്ന് യേശുക്രിസ്തു പറയുന്നു. അതുകൊണ്ട് കൊലപാതകയാണോ എന്ന് നമ്മളൊന്ന് നോക്കുക. കള്ളം പറയുന്നുണ്ടോ എന്ന് നോക്കുക. മാതാപിതാക്കൾക്ക് വേണ്ട സ്നേഹം കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അനിയന്റെ ഭാര്യയോ ഭർത്താവിനെയോ മോഹിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അവന്റെ ഭാര്യ അവളുടെ ഭർത്താവും കൊള്ളാം എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നീ കൂടുതലായിട്ട് കടന്നു പോകുന്നില്ല. ഇതിലേതെങ്കിലുമൊക്കെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ട്രാൻസ്ഫോർമേഷനുള്ള ദിവസമാണ്. ഇന്നാണ് രക്ഷയുടെ ദിവസം. ടുഡേ, ഇന്നേ ഉള്ളൂ. നമുക്ക് നാളെ ഇല്ലെന്നല്ല, പക്ഷെ ഇന്നാണ് നമുക്ക് രക്ഷയുടെ സുദിനം എന്ന് വചനം നമ്മളോട് പറയുന്നു. അതുകൊണ്ട് ഇന്ന് തീരുമാനമെടുക്കാം. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ഹൃദയത്തിലൊന്ന് കൈവച്ച് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ പാപങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രോഡിഗൽ സണ്ണിനെ പോലെ പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓർത്ത് പശ്ചാത്തപിക്കാം. പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ അകന്നു പോയി ഓരോ ദിവസം ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണമായി, രോഗമായി, പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ ഒരു മൂടും തോന്നുന്നില്ല. 1 മണിക്കൂറായിരുന്ന പ്രാർത്ഥന അരമണിക്കൂറായി, 20 മിനിറ്റായി, 5 മിനിറ്റായി. ഇപ്പൊ പ്രാർത്ഥിക്കാൻ തന്നെ തോന്നുന്നില്ല. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്കിൽ നമുക്കിന്ന് അനുദപിക്കാം. നമ്മൾക്ക് കിട്ടിയ ഇൻവിറ്റേഷൻ നമ്മളത് സ്വീകരിച്ചിട്ടുണ്ടോ? സ്വീകരിച്ച് നമ്മൾ കടന്നു പോയ സമയത്ത് നമ്മൾ ഇടേണ്ട വസ്ത്രം നമ്മൾ ധരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കിന്ന് ആ വസ്ത്രം ധരിക്കാനുള്ള അവസരമാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാനുള്ള അവസരമാണ്. എങ്ങോട്ടും നോക്കണ്ട, കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. പ്ലീസ്, കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഞാനും എൻ്റെ കർത്താവും ഈ ഒരു കുറച്ച് നിമിഷം കർത്താവിനോട് കൂടി ആയിരിക്കാം. ഒന്ന് കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കാം. തെറ്റിപ്പോയെന്നൊന്ന് പറയാം. ആ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കാം. കല്ലായ ഹൃദയത്തെ ഉരുക്കാൻ പറ്റിയ ഒരുവനാണ് നമ്മൾ അടുക്കലിരിക്കുന്നതെന്ന് ഓർക്കാം. അവനെ തിരിച്ചറിയുക. അവൻ ദൈവമാണെന്നറിയുക. ശാന്തമാകുക. ഞാൻ ദൈവമാണെന്നറിയുക. ഒരു നിമിഷം നമുക്കൊന്ന് ശാന്തമാകാം. എല്ലാം വിട്ടിട്ട്, മക്കളെയും ഭർത്താവിനെയോ ജോലിയോ വിശപ്പോ എല്ലാം ഒന്ന് മറന്നിട്ട് ഒരു കുറച്ച് നിമിഷം ഞാനും എൻ്റെ കർത്താവും, അധികമൊന്നുമില്ല, നമുക്കൊരു കുറച്ച് നിമിഷങ്ങൾ കർത്താവിനോട് കൂടെ ഒന്ന് ഇരുന്ന് നോക്കാം. ഇതുപോലൊരു സ്നേഹം ഇല്ല. ഈ അപ്പനെ പോലെ സ്നേഹിക്കാൻ ഇനി ഒരു അപ്പൻ ഉണ്ടാകത്തില്ല. അവന്റെ മാർബിലെ ചൂടോട് താരതമ്യം ചെയ്യാൻ ഇനിയൊരു ചൂടുണ്ടാവത്തില്ല. അതുകൊണ്ട് ഈ ഒരു സമയം നമുക്കൊന്ന് എടുത്തു നോക്കാം. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ വഴി എങ്ങനെയുള്ളതാണ്? എങ്ങനെയുള്ളതാണെങ്കിലും പിതാവ് റെഡിയാണ്. നമ്മളെ തിരിച്ചു വരവനായി നോക്കിയിരിക്കുന്ന ഒരു പിതാവുണ്ട് നമുക്ക്. നമുക്കൊന്ന് ആ പിതാവിന്റെ മുഖത്തേക്കൊന്ന് നോക്കാം. പിതാവ് ഒരു ക്രൂരനായ ദൈവമല്ല. പിതാവ് സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മളിവിടെ ഇരിക്കുന്ന ആരെങ്കിലും മക്കളെ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കാതിരിക്കുവോ? ഇതിനേക്കാൾ എത്ര വലിയ സ്നേഹമാണ് പിതാവിന്റെ. നമ്മളിവിടെ ഇരിക്കുന്ന ആരെങ്കിലും നമ്മുടെ മക്കളെ മറ്റാർക്കെങ്കിലും രക്ഷിക്കാനായിട്ട് കൊല്ലാൻ കൊടുക്കുവോ? ഇതിനേക്കാൾ വലിയൊരു സ്നേഹമാണ് പിതാവിന്റെ. ഉണ്ടായിരുന്ന ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്ര മാത്രം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ഈ ഒരു പിതാവിനെ നോക്കി ഒന്ന് പറഞ്ഞേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുണ്ട്. എത്ര നാളായി നമ്മളൊന്ന് പറഞ്ഞിട്ട് കർത്താവിനോട് ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ടേ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നിമിഷം ഒന്ന് പറയാനെടുക്കാം. എന്റെ ദൈവമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയാം. എന്റെ രോഗം പിതാവ് സന്ധിയിൽ നിന്ന് അകറ്റി. നടുവേദന എടുത്തിരിക്കുന്ന വ്യക്തി, ചേച്ചി, അതൊന്ന് വിട്ടുകൊടുക്കുക കർത്താവിന്. കർത്താവിന്റെ സൗഖ്യത്തിന്റെ സ്പർശനം ഒന്ന് അനുഭവിക്കുക. നെടുവീർപ്പിട്ട് കരയുന്ന ചേച്ചി, അതൊന്ന് കൊടുത്തേ കർത്താവിന്. വേദന എന്താണെങ്കിലും
മകളെ ഓർത്ത് കരയുന്ന അമ്മേ അത് കൊടുക്ക്. നെല്ലൂർ ഇടുന്ന അങ്കിളെ അതൊന്ന് കൊടുത്തേ കർത്താവിന്. ഇതുപോലൊരു ദൈവമില്ല. നമുക്ക് അവനെ ഒന്ന് ആരാധിക്കാം സർവവും സമർപ്പിച്ചുകൊണ്ട്. ഈ അങ്കി മുഴുവൻ ദേഷ്യ, ഈ അങ്കി മുഴുവൻ പാപമാണ്, ഈ അങ്കി മുഴുവൻ ഒരു നിർവികാരതയാണ്. ഈ അങ്കി നമുക്കൊന്ന് കൊടുക്കാം, ഈ റോബ് നമുക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. അത് കർത്താവിന് കൊടുത്തിട്ട് കർത്താവിന്റെ കയ്യിലുള്ള അങ്കി നമുക്കൊന്ന് സ്വീകരിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് ഈ ഒരു ഇവര് പാട്ട് പാടുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കർത്താവിന്റെ കയ്യിൽ സമർപ്പിക്കാം. പുതിയ